ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ വീൽ എന്താണെന്നുള്ളതാണ്. അത് വെറുതെ പറയുകയല്ല, ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു കളർ വീൽ നമുക്ക് സാധാരണ എന്താണ് പെന്ന് അങ്ങനെയുള്ള സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കടയിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ കളർ കാർഡ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഈ കളർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് കളറിന് എന്തെങ്കിലും നമുക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള ഒരു മിക്സിങ് എന്തെങ്കിലും നമുക്ക് ഒരു പർട്ടിക്കുലർ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ആ കളറിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതാണ് ആ ഒരു കളർ കാർഡ് എന്ന് പറയുന്നത്. കളർ കാർഡ് അതിൻ്റെ നമുക്കിത് ആഡിങ്, അതുപോലെ യെല്ലോ, ഇപ്പോൾ ഏതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കളർ മിക്സ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താ ഇവിടെ ഉണ്ട്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ആരോ വെച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് ബ്ലൂ ഏതിൻ്റെ കറക്റ്റ് ആക്സസിലാണ് അത് കൊണ്ടുപോകുന്നത് അതനുസരിച്ചായിരിക്കും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ബ്ലൂ വയലറ്റിൽ ഇങ്ങനെ കൊണ്ടുപോയി, കണ്ടോ, ബ്ലൂ ആൻഡ് വയലറ്റ്. അടുത്ത് നമുക്ക് വയലറ്റ് ആണെന്നുണ്ടെങ്കിൽ വയലറ്റിൻ്റെ ആരോയിൽ മൂവ് ചെയ്യാം, റെഡ് വയലറ്റ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള എന്താണ് കളേഴ്സ് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അപ്പോൾ അടിപൊളി സംഭവമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, കോംപ്ലിമെൻ്ററി കളർ, സ്പ്ലിറ്റ് കളർ, അങ്ങനെയുള്ള കളേഴ്സിൻ്റെ കൂടുതൽ ഇൻഡെപ്തിലുള്ള കളേഴ്സിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കളർ കാർഡ് എന്നാണ്. കളർ കാർഡിൻ്റെ അകത്ത് കളർ ഡെഫിനിഷൻ, പ്രൈമറി കളേഴ്സ് റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ കനോട്ട് ബി മിക്സ്ഡ് ഫ്രം എനി ഫോം ഓഫ് അതർ കളേഴ്സ്. അതുപോലെ ഡീറ്റെയിൽ നമുക്കുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ കുറച്ച് നാൾ ഇത് വെച്ച് ഉപയോഗിക്കുന്നു. അതിൻ്റെ വാല്യൂയും കാര്യങ്ങളും എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു തിയറി നോക്കുന്നതിനെക്കാട്ടിയും നമുക്ക് എന്താണ് പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ര ഒരു എന്താണ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല. ഇപ്പം ഇത് ഗ്രാഫിക് ഡിസൈനേഴ്സിന് ഭയങ്കര ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കളർ കാർഡോ അല്ലെങ്കിൽ കളർ വീലോ അങ്ങനെ നിങ്ങളൊന്ന് പോയിട്ട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആമസോണിൽ കാണുമായിരിക്കും, ആമസോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സാധനം കിട്ടും. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നതും നമ്മൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുന്നതും ബുക്കിൽ എഴുതുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് ഈ ഒരു കളർ വീല് നമ്മൾ വാങ്ങിച്ച് ഗ്രാഫിക് ഡിസൈനേഴ്സ് മസ്റ്റായിട്ടും ഉപയോഗിക്കുക. റിസൾട്ട് ഉറപ്പായിട്ടും നോക്കുക. സോ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.